എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ടീനേജ് പ്രായക്കാരായ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മോള് ഏകദേശം 14 വയസ്സായി. അപ്പോൾ ഒരു 11 വയസ്സൊക്കെ ആയ ഒരു സമയത്ത് അവരുടെ ഹോർമോൺ പതുക്കെ ചേഞ്ച് ആയി വരണ ഒരു സമയത്ത്, പീരീഡ്സ് ഒക്കെ ആവാറാകുന്ന ആ സമയത്ത് പല മക്കളുടെയും മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ, അതുപോലെ കൈയുടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ, അതുപോലെ തന്നെ നെക്കയിൽ, ബാക്കിൽ, പുറത്ത് അങ്ങനെയൊക്കെ കുരുക്കൾ വരുമ്പോൾ പലരുടെയും മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമം വരാറുണ്ട്. ദൈവമേ, ഇവരുടെ മുഖത്തൊക്കെ അപ്പടി കുരുക്കൾ വന്നല്ലോ, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാനും കടന്നുപോയി. ഒരു 11 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേട്ട് എൻ്റെ മോളുടെയും മുഖം നിറച്ച് പൊരിപൊരേന്നുള്ള കുരുക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേട്ട് എനിക്ക് ആകെ ഒരു ടെൻഷനായി. അപ്പോൾ ഞാൻ ഹോം റെമഡി ചെയ്ത് നോക്കാം, അത് മാറുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറട്ടെ, അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹോം റെമഡി ചെയ്ത് നോക്കി. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ അവരുടെ ഹോർമോൺ ചേഞ്ചിൻ്റെ കാരണങ്ങൾ കൊണ്ടുവരാം. അതല്ലാതെ പ്രോപ്പറായിട്ട് അവർ ക്ലീൻ ചെയ്യാത്തതിൻ്റെ, അവർ തന്നെയായിരിക്കുമല്ലോ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പ്രോപ്പറായിട്ട് അവർ ക്ലീൻ ആവാത്തതിൻ്റെ ഒരു കാരണങ്ങളും ഒക്കെ ഇതിൻ്റെ ഈ കുരുക്കൾ ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങളാവാറുണ്ട്. അപ്പം ഞാനത് ചെയ്ത് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടി, നല്ല മാറ്റം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അതാണ്. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മക്കൾ കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മൾ കാരണവന്മാർ എങ്ങനെയാണ് അവരെ സ്വന്തമായിട്ട് സ്കിൻ കെയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ സ്കിൻ കെയറിന് വേണ്ടി ടീനേജ് ആകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോളുടെ മുഖത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊരു 4 മാസം മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അവളുടെ മുഖം നല്ല ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ 4 മാസം മുന്നേ ഞാൻ എടുത്തതാണ്. കാരണം അന്നേരത്തെ അവസ്ഥയാണ് ഇത് കാണുന്നത്. നെറ്റിയേലും അതുപോലെ ഫേസിൻ്റെ സൈഡ്, ചെവിയുടെ സൈഡ്, അവിടെയൊക്കെ പൊരിപൊരേന്നുള്ള കുരുക്കളായിരുന്നു. ഈ കുരുക്കൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു മുള്ളു കൊള്ളുന്ന പോലെയായിരുന്നു. കാരണം അതിനകത്ത് ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് അവളുടെ ഫേസിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് ഹെഡ്സ് വെളിയിലേക്ക് തള്ളി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുമ്പോൾ ഒരു കുത്തണ പോലത്തെ ഫീല് നമുക്ക് ഉണ്ടാവണത്. പിന്നെ ഈ ഒരു പ്രായമായ മക്കളൊക്കെ എപ്പോഴും അവർ സ്വന്തമായിട്ട് കുളിക്കാനോ ഫേസ് വാഷ് ചെയ്യാനോ സ്വന്തമായിട്ട് ക്ലീനിങ് ചെയ്യണ സമയത്ത് അവർ പ്രോപ്പറായിട്ട് അവരുടെ മുഖം വാഷ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പം എൻ്റെ മോളായാലും ചെവിയുടെ ഫ്രണ്ട് മുതൽ താടിയല് വരെ കഴുകുണ്ടായുള്ളൂ മുഖം കഴുകണ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് പ്രോപ്പറായിട്ട് പറഞ്ഞ് നെക്കിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ചെവിയുടെ ബാക്ക് വശവും ഫ്രണ്ട് വശവും ഒക്കെ നന്നായിട്ട് കഴുകാൻ പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് കഴുകിപ്പിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് സ്റ്റീം എടുക്കുവാണ്. അപ്പോൾ നമ്മൾ മുഖം കഴുകണ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിപ്പിക്കാം കേട്ടോ. ഇച്ചിരി ഫോമായിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിള്ളേർക്ക് ഇച്ചിരി പതയണ ടൈപ്പ് ഫേസ് വാഷ് ആണെങ്കിൽ അതായിരിക്കും ഇച്ചിരിയോടെ നല്ലത്. അവർക്ക് ഇച്ചിരി ഡീപ്പ് ക്ലൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റീം എടുക്കുന്ന സമയത്തും നമ്മുടെ പോർസിൽ അടഞ്ഞിരിക്കണ നമ്മുടെ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആകാനും അതിനകത്ത് ഇരിക്കുന്ന ഡേർട്ട്സൊക്കെ ഒന്ന് സോക്കായിട്ട് വരാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് സ്റ്റീം എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അവൾക്കൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാമയർത്തിൻ്റെ ഫേസ് സ്ക്രബാണ്. അത് കോഫി ഫേസ് സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താകുമ്പോൾ വളരെ തരി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് ആദ്യം ഫേസ് ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈയും നന്നായിട്ടൊന്ന് വെറ്റാക്കിയതിന് ശേഷം 2 കൈയിലേക്കും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ സ്ക്രബ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് മുഴുവൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവളുടെ ഈ നെക്കിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ടും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ അവർക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ശരിക്കും നമ്മളൊരു നല്ല പഴുത്ത മാമ്പഴം നമ്മുടെ കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ഒരു ലാഘവത്തോടെ വേണം അവരുടെ സ്കിന്ന് എപ്പോഴും സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം അവരുടെ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് സ്ലോ ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാനായിട്ട് വീഡിയോ സ്പീഡ് കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ സ്പീഡിൽ ചെയ്യണത് പോലെ നിങ്ങൾക്ക് തോന്നണത്.
പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് വെളിയിൽ നിന്നുള്ള സ്ക്രബ് മേടിക്കണം എന്നുള്ളവർക്ക് വെളിയിൽ നിന്ന് ഈ മാമായർത്തിൻ്റെ സ്ക്രബ് വളരെ നല്ലതാണ്. അല്ലാതെ നമുക്ക് വീട്ടിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഒക്കെ തൈര് ചേർത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി. അത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തരി വളരെ കുറവുള്ള പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് തരിയുള്ളതായി കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിൽ സ്ക്രാച്ച് വീഴാനും അതുപോലെ അവരുടെ സ്കിന്ന് ഡാമേജ് ഉണ്ടാകാനും കാരണമാകും. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് സ്ക്രബ് ഒരു 3 മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി സ്റ്റീമൊക്കെ എടുത്തതായതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് അവരുടെ സോക്കായി അതിന് മുഖത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ എളുപ്പം തന്നെ റിമൂവ് ആയി പൊക്കോളും. ഇനിയിപ്പോൾ നമുക്ക് പാക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പാക്ക് ഇടാനായിട്ട് ഞാനിവിടെ മുൾട്ടാണി മിട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാക്കിന് വേണ്ടി മുഖത്തേക്ക് ആവശ്യത്തിനുള്ള മുൾട്ടാണി മിട്ടി എടുത്താൽ മതി. ഇവിടെ ഞാനൊരു ചെറിയ സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഈ ആര്യവേപ്പിൻ്റെ ഇല എല്ലാവർക്കും അറിയാം. ആര്യവേപ്പിൻ്റെ ഇലയും വേരും ഒക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നുള്ളത്. നമ്മുടെ മുഖത്തെ കുരുവൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. ഇതിപ്പം വലിയവർക്കായാലും ഒക്കെ കുരുക്കളുള്ളവർക്കും പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ആര്യവേപ്പിൻ്റെ പൊടി ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം. മഞ്ഞൾപ്പൊടി ഒരു നല്ല ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ അവരുടെ ഫേസിൽ നിന്ന് ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ ഒരു ചെറിയ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മുഖത്തേക്ക് പേസ്റ്റ് ആവാനായിട്ട് ആവശ്യത്തിനുള്ള റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട്, ഇപ്പോൾ ഒരുപാട് റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഫേസിൽ നിന്ന് ഒഴുകി പോകുകയും ചെയ്യരുത്, അതുപോലെ ഒരുപാട് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഒരുപാട് ടൈറ്റായിട്ടിരുന്നാൽ നമ്മൾ അപ്ലൈ ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5-8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും അവിടെ ഇരിക്കത്തക്ക രീതിയിൽ അതിനകത്ത് റോസ് വാട്ടർ അല്ലെങ്കിൽ വാട്ടറോ ചേർത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ മുഴുവൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഉണങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് ഫുള്ള് ഫേസ് ഡ്രൈ ആവാനായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട. കാരണം ഇവർ കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ. ഇപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ള് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ നമ്മൾ മക്കൾക്കായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യണ സമയത്തും നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ പാക്കൊക്കെ നന്നായിട്ടൊന്ന് വെറ്റാക്കുക. കാരണം നമ്മൾ എപ്പോഴും ഫേസ് മസാജ് ചെയ്യണ സമയത്ത്, അത് നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും മസാജ് ചെയ്യണ സമയത്ത് നമ്മുടെ കൈകളൊക്കെ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ഫേസിലൂടെ മൂവ് ചെയ്യണം. ഒരിക്കലും ഹാർഡായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് മസാജ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ കൈകൾ നന്നായിട്ട് നനച്ച് വെറ്റാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഒരു മിനിറ്റോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ആ ഇട്ട പാക്ക് ആ പോർസിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ആ തണുത്ത വെള്ളം ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യണത് കൊണ്ട് തന്നെ നമ്മുടെ ആ പോർസൊക്കെ ഒന്ന് അടഞ്ഞ് ഇരിക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പോൾ അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോളുടെ മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, ആ കുരുക്കളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും ആ കുരുക്കൾ വന്നതിൻ്റെ പാടുകളുണ്ട് ഇവളുടെ മുഖത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ചെറിയ കറുത്ത കുത്തുകുത്ത് പോലത്തെ പാടുകൾ ഇവളുടെ മുഖത്ത്. ആ പാടുകൾ പോകാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ പാടുകളുള്ളവർ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് മാത്രം പാക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ അതൊക്കെ പോകാനായിട്ട്. പിന്നെ നമ്മുടെ മക്കളുടെ മുഖത്തും ഫേസിലും നെക്കിലും ഒക്കെ കുരുക്കൾ ഉണ്ടാകാനുള്ള നമ്പർ 1 കാരണം എന്ന് പറയുന്നത് അവരുടെ സ്കാൽപ്പ് ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ്. ഇത് കണ്ടോ, അപ്പോൾ ഇവൾ തന്നെയാണ് ഹെയറൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് നോക്കി. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് നന്നായി എണ്ണയൊക്കെ വെച്ച് കൊടുത്ത് സ്കാൽപ്പ് ക്ലീൻ ആക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം അവളുടെ കൂടെ, അവൾ സ്കാൽപ്പ് വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ നിന്ന് അവളുടെ സ്കാൽപ്പ്
സ്കാൽപ്പൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിച്ചതിന് ശേഷമാണ് അവളുടെ മുഖത്തുനിന്ന് ഈ കുരുക്കൾ ഇത്രയും നന്നായിട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ അമ്മമാർ പ്രത്യേകം അവരുടെ സ്കാൽപ്പ് ശ്രദ്ധിക്കുക. സ്കാൽപ്പും ഹെയറും ഒന്നും ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തൊക്കെ ഇതുപോലെ കുരുക്കൾ വരാനായിട്ടുള്ള കാരണമാകും. പിന്നെ ഒരുപാട് കുത്തണ കുരുക്കളോ അങ്ങനെയൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് സ്ക്രബൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടുള്ള പാക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അമ്മമാർ പ്രത്യേകം നമ്മുടെ കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കുക. അവരും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.